നമുക്കിന്ന് സാധാരണ സമൂസേനെക്കാട്ടും നല്ല രുചിയിൽ കോരി ഒഴിച്ചിട്ട് സമൂസ ഉണ്ടാക്കാം. കുഴയ്ക്കാനും പരത്താനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒപ്പം തന്നെ 2 മീഡിയം സൈസ് സവാള ചെറിയ സ്ക്വയർ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 4 വെളുത്തുള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് പച്ചമുളക് 2 പച്ചമുളക് നല്ല കുനുകുനാന്ന് അരിഞ്ഞിട്ട് തന്നെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്ന് സവാളയുടെ നല്ലൊരു മണം വരില്ലേ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/4 കപ്പ് ബീൻസ് ആണ് കേട്ടോ, അരിഞ്ഞിട്ട് നൈസായിട്ട് തന്നെ അരിയണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ക്യാരറ്റ് ചീവിയിട്ട് 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് വിതറി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ആ ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് ഒരു പാതി വേവൊക്കെ ഒന്ന് ആയാൽ മതിയാവും. അത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ ഗ്രീൻ പീസ് കറി ഇവിടെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചപ്പട്ടാണി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പട്ടാണി ഇല്ലാത്തത് കൊണ്ട് ഗ്രീൻ പീസ് കറിയിലത്തെ 2 ടീസ്പൂൺ ഗ്രീൻ പീസ് മണികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമോസയുടെ മസാല ഉണ്ടാക്കാൻ നമ്മളതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പച്ചപ്പട്ടാണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗ്രീൻ പീസ് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കുകയാണെന്ന് വെച്ചാൽ ഇടാനായിട്ട് ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേറൊരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് റവയാണ് കേട്ടോ. റവ 1 കപ്പ് റവ ഇട്ട് കൊടുക്കുക. ഗ്ലാസ്സിലാണെങ്കിൽ 1 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ, പുളി കുറവുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ റവ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് അരച്ചെടുത്തു, പക്ഷേ എന്നാലും അതിൽ തരി ഉണ്ട്. പിന്നെ വെള്ളം കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും, നല്ലോണം റവ വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അപ്പോൾ അത് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല മയത്തിൽ അരഞ്ഞ് കിട്ടുക. അപ്പോൾ അതേ നല്ല മയത്തിൽ അരഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അപ്പോൾ അത് ഇത്തിരി കട്ടിയുള്ള ബാറ്ററാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ആ മിക്സി ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ കോരി ഒഴിക്കുമ്പോൾ നമ്മളിത് പാനിലേക്ക് ഒഴിച്ചിട്ട് ചുറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തിരി നൈസായിട്ട് തന്നെ ചുറ്റി വരുന്ന രീതിയിൽ ബാറ്റർ തയ്യാറാക്കണം. ഒഴിച്ച് ഇങ്ങനെ പരന്ന് പോകുന്ന രീതിയിലുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കുക. വല്ലാണ്ട് തിക്കാവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇത് പൊട്ടിപ്പോവും. നമ്മൾ ആ ഫില്ലിങ്സൊക്കെ വെച്ച് അടയ്ക്കുമ്പോൾ പൊട്ടിപ്പോവും. എനിക്കങ്ങനെ ആദ്യത്തെ 2 ഉണ്ടായി. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് പിന്നത്തൊക്കെ അങ്ങനെ നൈസായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ മാത്രം മതി കേട്ടോ. വല്ലാണ്ടിട്ട് മൊരിക്കാനൊന്നും നിൽക്കരുത്. നമുക്ക് ആ സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു തരത്തിൽ തന്നെ കിട്ടണം. ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തന്നെ ഉടനെ അതിൻ്റെ എല്ലാ അറ്റങ്ങളും ഒന്ന് തിക്കി ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് അത് എടുക്കുക. പെട്ടെന്ന് പൊട്ടിപ്പോരും ഇത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞത് കൊണ്ടാണ്. എല്ലാ അറ്റങ്ങളും ഒന്ന് നമ്മൾ വിടിയിച്ച് കൊടുക്കുക. അതിന് ശേഷം കയ്യിലോട്ട് ഇത് ഇങ്ങനെ കോരിയെടുത്താൽ മതിയാവും. അപ്പോൾ നൈസായിട്ട് തന്നെ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം തന്നെ മസാല ഉണ്ടാക്കണം കേട്ടോ. മസാല ഉണ്ടാക്കിയതിന് ശേഷം ഇത് ഉണ്ടാക്കിയാൽ മതി, ബാറ്ററൊക്കെ ഉണ്ടാക്കിയാൽ മതി. കാരണം ഇത് ഉണ്ടാക്കി വെച്ചാൽ ഉടനെ തന്നെ നമ്മൾ ഫില്ലിങ്സ് വെച്ചിട്ട് ഇതിനെ നമുക്ക് കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ആ ഉൾവശത്ത് തന്നെയാണ് നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നത്. പുറം വശം അടിഭാഗത്ത് തന്നെ ദോശ എങ്ങനെയാണ് പരത്തിയത് അതുപോലെ വെച്ചിട്ട് തന്നെ ഫില്ലിങ്സ് അതിലേക്ക് നടുക്കിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഇനി ഇതുപോലെ 4 വശത്തൊന്നും മടക്കണം കേട്ടോ. ഒരു സൈഡ് മടക്കിയതിന് ശേഷം നമ്മുടെ ആ മാവില്ലേ അതൊരു 2 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് ആ മാവ് എവിടെയൊക്കെ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് ഒട്ടിക്കോളൂ കേട്ടോ. റവയല്ല അതുകൊണ്ട് നല്ല സ്റ്റിക്കായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കട്ടിയുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മടക്കാനും പറ്റില്ല. പിന്നെ അതുപോലെ മടക്കുമ്പോൾ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആണ് പറഞ്ഞത് മാവ് നമ്മൾ ലൂസായിട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. പെട്ടെന്ന് അതിങ്ങനെ ഒട്ടിച്ചിങ്ങനെ വെക്കാനൊക്കെ പറ്റും. ഫോൾഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒട്ടിപ്പ് നമുക്ക് അടിയിലേക്ക് ആക്കിയിട്ട് വേണം ആദ്യം ഒന്ന് മൊരിയിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൊരിയിക്കാൻ കുറച്ച് മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓൺ ആക്കണമായിട്ട് മുന്നേ. പിന്നെ കുറച്ച് കുത്തിപ്പൊടിച്ച മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ അതുപോലെ തന്നെ ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ
നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ്ക്കും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നെയ്യ് മാത്രമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതിട്ടിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ അവിടെ ഇരിക്കണ ആദ്യത്തെ 2 അതേ കണ്ടെൻ്റെ പൊട്ടിയിട്ടുണ്ട്. ഇത്തിരി കട്ടിയായിട്ടുണ്ടായിരുന്നു ആ ബാറ്റർ, അതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് മൊരിയുമ്പോൾ നല്ല ഹാർഡായിട്ട് വരും കേട്ടോ. അത് അങ്ങനെ പുറത്തേക്ക് പോകുമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കുക. നല്ല മൊരിഞ്ഞ് ഇങ്ങോട്ട് വരണം കേട്ടോ. നല്ല ഹാർഡായിട്ട് നല്ല ക്രിസ്പി ആയിരിക്കണം. അതുപോലെ മൊരിയിച്ചെടുക്കുക. ഇതുപോലെ നല്ല കളർ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൊരിയിക്കാം. നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഫില്ലിങ്സും എല്ലാം വേവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. സമോസേനെക്കാട്ടും നല്ലൊരു ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കണം. നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.